റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ. റിജിൽ മാക്കുറ്റി, ഇതിലിപ്പോ അതൊരു കരിങ്കൊടി പ്രതിഷേധമായിരുന്നില്ല, ആക്രമണമായിരുന്നു. ഒരു പടി കൂടി കടന്ന് എം പി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഒരു ഗറില്ല ആക്രമണമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ആയുധങ്ങൾ വേണം, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കയ്യേറ്റം നടക്കണം, അത് നടന്നിട്ടില്ല. അപ്പോൾ ഈ കേസ് എങ്ങനെയാണ് ഇപ്പോൾ ഈ മുന്നോട്ട് പോകുന്നത്? അതിന്റെ ഗതി എന്താകും? ഈ കേസ് തട്ടിപ്പാണെന്നും കേസ് വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്നും വളരെ കൃത്യമാണല്ലോ. കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ആദ്യമായിട്ടൊന്നുമില്ല. കേരളത്തിലെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും പ്രതിഷേധക്കാർ കരിങ്കൊടി പ്രതിഷേധം നടത്താറുണ്ട്. അങ്ങനെ പ്രതിഷേധം ഒരു മന്ത്രിയുടെ മുമ്പിൽ അവര് വരുമ്പോൾ മുദ്രാവാക്യത്തിന്റെ പേരിലാണ് അവരെ ആക്രമിച്ചു എന്നുള്ള വ്യാജ പരാതി ഉണ്ടാക്കി, കള്ളപ്പരാതി ഉണ്ടാക്കി, എല്ലാ തരത്തിലും നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കേസെടുത്ത് KSUവിന്റെ നേതാക്കന്മാരെ 10-15 ദിവസക്കാലം ജയിലിലിട്ടത്. ഇപ്പൊ ആയുധം കണ്ടെത്താൻ സാധിച്ചില്ല. എന്ത് ആയുധമാണ് കരിങ്കൊടിക്കകത്ത്? എന്ത് ആയുധമാണുള്ളത്? ഒരു ആയുധം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ആയുധം മാത്രമല്ല, ആ മന്ത്രിയുടെ അടുത്തേക്ക് പോലും പോകാൻ ഈ KSUവിന്റെ പ്രവർത്തകന്മാർക്ക് സാധിച്ചില്ല. ആ സമയത്ത് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോലും ഒരു പരാതിയില്ലാതെ ആ മന്ത്രി 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്നത് എല്ലാവരും കണ്ടതാണ്. പിന്നെ അവരുടെ മോണോ ആക്ട് പോലെ അവർ അഭിനയിച്ചിട്ടാണ് അവർക്ക് പരിക്കെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു വലിയ നാടകം ഇവിടെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ജനാധിപത്യ നാട്ടിനകത്ത് ഏറ്റവും ക്രൂരമായ വെല്ലുവിളിയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അവരെ ജയിലിടുമ്പോൾ, മറുഭാഗത്ത് കണ്ണൂർ മേയർ കഴിഞ്ഞ ദിവസം മേയറെ DYFIയുടെ ബ്ലോക്ക് നേതാവ് ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോയും അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയും പ്രചരിക്കുന്നുണ്ട്. അവരെ തള്ളി താഴെയിടുന്നതിന്റെ ചിത്രം വരുന്നുണ്ട്. ഒരു കേസ് പോലും, പെറ്റി കേസ് പോലും എടുത്തില്ല. എന്ത് മന്ത്രിക്ക് എന്താ കൊമ്പുണ്ടോ? മന്ത്രിയെ പോലെ മേയർ, അവർ വനിതയല്ലേ? ഒരു വനിതയെ കയ്യേറ്റം ചെയ്യാൻ എന്ത് അവകാശമാണ് കൊടുത്തിട്ടുള്ളത്? അപ്പൊ മേയറെ ആക്രമിക്കുന്നതും മേയറെ തള്ളിയിടുന്നതുമെല്ലാം വീഡിയോ ഫോട്ടോ ഉണ്ട്. പക്ഷെ മന്ത്രിയുടെ അടുത്തേക്ക് പോലും KSUക്കാർ പോയിട്ടില്ല. ആ KSUക്കാർക്ക് നേരെ വധശ്രമത്തിന് കേസെടുത്ത് അവരെ ജയിലിലിട്ട് കോടതി പോലും പറയുന്നു ആയുധം എവിടെയും ചോദിക്കുമ്പോൾ ആയുധമില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും രാഷ്ട്രീയ പകപോക്കലാണ്. മന്ത്രി എന്ന് പറയുന്ന കെടുകാര്യസ്ഥതയുടെയും അതോടൊപ്പം തന്നെ അഴിമതിയുടെയും ഭാഗമായി കേരളത്തിലെ ആശുപത്രിക്കകത്ത് ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പോലും പറ്റാത്ത രൂപത്തിൽ അവിടെ ഒരു കാര്യമില്ലാത്ത സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയിൽ അഡ്മിറ്റായ ആളുകളുടെ കത്രിക തുന്നി കയറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ തലവനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് ഈ രൂപത്തിലുള്ള വ്യാജമായ കേസെടുത്തത്. ഇത് ഒരിക്കൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കള്ളക്കേസ് എടുത്തിട്ടുള്ള പോലീസ്, ഏത് പോലീസ് ആയാലും ആ പോലീസിനെ കൊണ്ട് മറുപടി പറയിക്കും, ഒരു തർക്കവുമില്ല. ഇത് വളരെ കൃത്യമായ രൂപത്തിൽ ഏത് തരത്തിലുള്ള പ്രീണനത്തിന്റെ ഭാഗമായാലും ഏത് മുഖ്യമന്ത്രിയുടെ പിന്തുണയിലാണെങ്കിലും ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ നിയമത്തിന് മുമ്പിലും അതിനെതിരായിട്ടുള്ള പോരാട്ടം, കനത്ത പോരാട്ടം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഓർമ്മിക്കുകയാണ്. ശരി, എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് തനിക്കെതിരെ ഉണ്ടായത് ഈ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ചും നേരിട്ടും ആക്രമിച്ചു എന്ന മന്ത്രിയുടെ ഗൺമാന്റെയും വാദങ്ങളെല്ലാം പൊളിയുന്നതാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് കാണുന്നത്. ജാമ്യ ഉത്തരവിൽ ഇങ്ങനെ ആയുധം ഉപയോഗിച്ചതിന് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം നേരിട്ട് ആക്രമിച്ചതിന് അതും ഇതുവരെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും ഈ കേസ് ഇനി കോടതിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണണം.